2023 ഒക്ടോബർ 7-ന് നിറോസിന് തെക്ക് ഭാഗത്തുള്ള ഐഡിഎഫിന്റെ മോബ്ദൊറോം ബേസിൽ ഹമാസ് ഭീകരർ നടത്തിയ നുഴഞ്ഞുകയറ്റത്തിന്റെയും തുടർന്നുണ്ടായ ആക്രമണ-പ്രത്യാക്രമണത്തിന്റെയും അന്വേഷണ റിപ്പോർട്ടാണ് ഐഡിഎഫ് പുറത്തുവിട്ടത്. 35ഓളം ഹമാസ് ഭീകരർ ബേസ് കീഴടക്കുകയും മണിക്കൂറോളം നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണത്തിൽ സൈന്യത്തിന് അതിവേഗത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിലും സൈനികരുടെയും കമാൻഡർമാരുടെയും ദൃഢനിശ്ചയം വലിയ ജീവഹാനി ഒഴിവാക്കിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ അന്വേഷണത്തിൽ പറയുന്നു. യുദ്ധത്തിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും ഏകദേശം 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീവ്രമായ വെടിവെപ്പിൽ ബേസിനുള്ളിൽ നിന്ന് 10 തീവ്രവാദികളെ ഇസ്രായേൽ സൈന്യം വധിച്ചു. രാവിലെ 6:29-ന് ഹമാസ് മോബ്ദൊറോം ബേസിനു നേരെയുള്ള ആക്രമണം ആരംഭിച്ചു. തെക്കൻ ഇസ്രായേലിലുടനീളം ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി. മിനിറ്റുകൾക്കുള്ളിൽ ബേസിനടുത്തുള്ള 10 വ്യത്യസ്ത സ്ഥലങ്ങളിലായി 100-ലധികം തീവ്രവാദികൾ നുഴഞ്ഞുകയറിയതായി ഐഡിഎഫ് നിരീക്ഷണ യൂണിറ്റുകൾ റിപ്പോർട്ട് ചെയ്തു. ബേസിനുള്ളിൽ ഏകദേശം 3 മണിക്കൂറോളം പോരാട്ടം തുടർന്നു. പരിക്കേറ്റിട്ടും പല സൈനികരും ഒഴിഞ്ഞുപോകാനോ പിൻവാങ്ങാനോ വിസമ്മതിച്ചു. ആക്രമണത്തിനു മുമ്പ് ഫലപ്രദമായ ഒരു പ്രതിരോധ പദ്ധതിയും നടപ്പിലാക്കിയിരുന്നില്ല എന്ന് ഐഡിഎഫ് അന്വേഷണത്തിൽ കണ്ടെത്തി. സൈനികർ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. സൈറണുകൾ മുഴങ്ങുമ്പോൾ പ്രോട്ടോകോൾ വിരുദ്ധമായി ഗാർഡ് പോസ്റ്റുകളിൽ നിലയുറപ്പിച്ചിരുന്ന സൈനികർ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് സുരക്ഷിത മേഖലകളിലേക്ക് മാറി. ആ സമയത്ത് കരയിലൂടെ ഇസ്രായേലിലേക്ക് തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ടെന്ന് സൈനികർക്ക് അറിയില്ലായിരുന്നുവെന്ന് അന്വേഷകർ വ്യക്തമാക്കി.